Good morning. നമുക്കപ്പോൾ മൊഡ്യൂൾ 4 എല്ലാവരും ഒരു വട്ടം വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 4 ശരിക്കും പറഞ്ഞാൽ സിലബസ് വൈസ് വളരെ ഷോർട്ട് മൊഡ്യൂളാണ്. മൂന്നായിട്ട് അതിൽ പറയാം, 3 പോർഷൻ. ഫസ്റ്റ് ഡാറ്റ ക്ലസ്റ്ററിങ് അൽഗോരിതം, സെക്കൻഡ് നമുക്ക് റൂൾ ബേസ്ഡ് സ്ട്രക്ചർ ഐഡൻറ്റിഫിക്കേഷൻ, മൂന്നാമത്തെ ന്യൂറോഫസി കൺട്രോൾ. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് എന്തെങ്കിലും കുറച്ച് മനസ്സിലാക്കാനുള്ളത്, സെക്കൻഡും തിയറിയാണ്, തേർഡ് പക്കാ തിയറിയാണ്. നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ പഠിച്ച ബേസിക്സ് തന്നെയാണ്, ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് കൺട്രോൾ. ഓക്കെ, അപ്പോൾ ഈ 3 ടോപ്പിക്കിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ നമുക്ക് അല്പം ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന കംപ്ലീറ്റ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഈ ഫസ്റ്റ് ടോപ്പിക്കിൽ. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് മൊഡ്യൂളിൽ ന്യൂറൽ നെറ്റ്വർക്ക് പഠിക്കുമ്പോൾ 3 ലേണിംഗ് ടെക്നിക്ക് പറയുന്നുണ്ട്, സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡും റീഎൻഫോഴ്സ്മെൻറ്റും. അല്ല, അൺസൂപ്പർവൈസ്ഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അൺസൂപ്പർവൈസ്ഡ് ആണ് നമുക്ക് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നൊരു പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത്. അതായത് അൺസൂപ്പർവൈസ്ഡ് എന്ന് പറയുമ്പോൾ യു ആർ നോട്ട് ഹാവിങ് എനി ഫീഡ്ബാക്ക് ഫ്രം ദ എൻവിറോൺമെൻറ്റ്. അപ്പോൾ എൻവിറോൺമെൻറ്റിന് ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാതെ തന്നെത്താനെ ഓരോ ഡാറ്റാ സെറ്റും സിമിലാരിറ്റി തോന്നുന്ന ഒബ്ജക്റ്റിനോട് പോയി ഗ്രൂപ്പ് ഫോം ചെയ്യുക. ആ ഒരു ഗ്രൂപ്പ് എന്നാണ് ക്ലസ്റ്ററിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്ലസ്റ്ററിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് പോയി ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലസ്റ്ററിങ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ക്ലസ്റ്ററിങ് അനാലിസിസ് ഇപ്പോഴത്തെ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകുന്നത് തന്നെയാണ്. ഈ ക്ലസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് അൽഗോറിതംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അൽഗോറിതം ഒരുപാട് ടൈപ്പ് ഉണ്ടെങ്കിലും അൽഗോറിതം കറക്റ്റായിട്ട് എന്താ പറയുക, ബെനിഫിഷ്യൽ ആൻഡ് അഡ്വാൻറ്റേജസ് ആണെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. കണ്ടീഷൻസ് എന്ന് പറയുന്നത് അതിന് യൂസ് ചെയ്യുന്ന ഡാറ്റാ സെറ്റ് എന്ന് പറയുന്നത് സ്കെയിലബിൾ ആയിരിക്കും. ഇതൊക്കെ നോർമൽ തിയറി പോയിൻറ്റ്സ് തന്നെയാണ്. സ്കെയിലബിൾ ആയിരിക്കണം, ഏത് ടൈപ്പ് ഓഫ് ഡയമെൻഷൻ വന്നാലും എന്ത് ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സുള്ള ഡാറ്റ ആണെങ്കിലും ഡീൽ ചെയ്യാൻ പറ്റണം, എന്ത് ഷേപ്പ് ആണെങ്കിലും, അതുപോലെ ഇൻസെൻസിറ്റീവ് ടു നോയ്സ് ആയിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അൽഗോരിതം ഫോളോ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ക്ലസ്റ്ററിങ് അൽഗോരിതത്തിനെ ബേസിക്കലി നമ്മൾ 2ആയി ഡിവൈഡ് ചെയ്യും. എങ്ങനെ ഡിവിഷൻ എന്ന് പറയുന്നത് എന്തായാലും കംപ്ലീറ്റ്ലി ഇത് ഓർക്കുക, എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ അൺസൂപ്പർവൈസ്ഡ് ക്ലസ്റ്ററിങ് അൽഗോരിതം. 2 ടൈപ്പായിട്ട് പറയാം, ലീനിയറും നോൺ ലീനിയറും. 2ൻ്റെ കീഴിലും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ദൈവം സഹായിച്ച് നമുക്ക് ഒരേ ഒരു സാധനം പഠിക്കാനുള്ളൂ. So that is which comes under unsupervised linear algorithm, and പഠിക്കാനുള്ള ഒരേ ഒരു അൽഗോരിതം പറയുന്നത് K means clustering algorithm. 2 പേരുണ്ട്, ഇനി അത് വീണ്ടും ശ്രദ്ധിക്കുക. K means എന്നുള്ളൊരു പേരുമുണ്ട്, C means എന്നുള്ളൊരു പേരുമുണ്ട്. ഓക്കെ, K ആവാം, C ആവാം. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലായിടത്തും ഈ കെയും സിയൊക്കെ മാറി മാറി കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇത് സ്മോൾ ആവാം, ക്യാപിറ്റൽ ആവാം, കേസ് ഇൻസെൻസിറ്റീവ് ആണ്. ഓക്കെ, സ്മോൾ കെ കണ്ടാലും സ്മോൾ സി കണ്ടാലും നീ ഇതേത് അൽഗോരിതം എന്ന് ആലോചിച്ചിരിക്കേണ്ട, എല്ലാം ഒരേ അൽഗോരിതമാണ്. നീ ഈ അൽഗോരിതത്തിൽ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ മാത്രമാണ്. മെയിൻലി ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈ അൽഗോരിതം എഴുതാനും. ആക്ച്വലി ഫ്ലോ ചാർട്ട് നമ്മുടെ സിലബസിൽ പറയുന്നില്ല, പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അവർ അൽഗോരിതമായിട്ടല്ല ചോദിച്ചിരിക്കുന്നത്, ഫ്ലോ ചാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നെറ്റിൽ നിന്ന് എടുത്ത പോർഷനാണ്. ഓക്കെ, ഞാൻ പിന്നെ ആദ്യമേ പറഞ്ഞ കാര്യം ഓർക്കുക, നമുക്ക് ഈ നോട്ട്സ് നിങ്ങൾ കയ്യിൽ വെക്കുന്നുണ്ടെങ്കിൽ നോട്ട്സ് വെച്ച് തന്നെ പഠിച്ചാൽ മതി. കാരണം ഞാൻ അത്യാവശ്യം ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്തിട്ട് തന്നെയാണ് നോട്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ട്സ് മുഴുവനായിട്ട് കയ്യിലുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് കുറച്ച് കിതപ്പും ബുദ്ധിമുട്ടും. ഈ എന്താ പറയുക, കെ മീൻസ് ക്ലസ്റ്ററിങ് അൽഗോരിതത്തിൻ്റെ എന്താ പറയുക സ്റ്റെപ്പുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റെപ്പുകൾ സെൻറ്റൻസായി പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ നേരിട്ട് നമ്മുടെ അൽഗോരിതത്തിലേക്ക് തന്നെ പോവാം. അൽഗോരിതത്തിൻ്റെ ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ മാത്രം ഇവിടെ പറയുന്നുണ്ട്. സ്റ്റോപ്പിംഗ് കണ്ടീഷനിൽ പറയുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ക്വയർഡ് എറർ ഫംഗ്ഷനാണ് എടുക്കുന്നത്. എറർ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് 2 പാരാമീറ്റേഴ്സാണ് മെയിൻലി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് XI എന്ന് പറയുന്ന ടേം ആൻഡ് ദ അതർ ഇസ് VJ. ഓക്കെ, അതിൽ XI എന്ന് പറയുന്നത് എൻ്റെ ഇൻപുട്ട് ഡാറ്റാ സെറ്റാണ്. അപ്പോൾ XI എന്ന് പറയുന്നത് കറസ്പോണ്ട്സ് ടു മൈ ഡാറ്റ പോയിൻറ്റ്സ് ആൻഡ് VJ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈ സെൻറ്റേഴ്സ്.
ഇനി സെൻറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ക്ലസ്റ്ററിങ്ങിനെ യൂസ് ചെയ്യുമ്പോൾ സപ്പോസ് എനിക്ക് x1 തൊട്ട് xn വരെ ഒരു സെറ്റ് ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ v1 തൊട്ട് vc വരെ എനിക്കൊരു സെറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ ആദ്യമേ ക്ലസ്റ്റേഴ്സിനെ അസ്യൂം ചെയ്യുക ഈ അൽഗോരിതത്തിൽ. ഓക്കെ, ക്ലസ്റ്റർ സെൻറ്റർ അല്ലെങ്കിൽ സെൻറ്റേഴ്സിനെ അസ്യൂം ചെയ്യുക ക്ലസ്റ്റർ സെൻറ്ററിനെ. ക്ലസ്റ്റർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് എൻ്റെ സെർച്ച് സ്പേസ് എങ്കിൽ ഈ ഡാറ്റ പോയിൻറ്റ്സ് ഇവിടെ എവിടെ വേണമെങ്കിലും ആവാം. x1 to xn എന്ന് പറയുന്ന n ഡാറ്റ പോയിൻറ്റ്സ് ഇവിടെ എവിടെ വേണമെങ്കിലും ആവാം. അപ്പോൾ ഏതൊക്കെ ഡാറ്റ പോയിൻറ്റ്സ് ആണ് സിമിലർ, ഏതൊക്കെ ഒരുമിച്ചൊരു ക്ലസ്റ്റർ ഫോം ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഐ വിൽ ബി അസ്യൂമിങ് ഫ്യൂ ക്ലസ്റ്റർ സെൻറ്റേഴ്സ്. ഓക്കെ, സോ ക്ലസ്റ്റർ സെൻറ്റേഴ്സ് സപ്പോസ് ഞാനൊരു 4 ക്ലസ്റ്റർ സെൻറ്റർ അസ്യൂം ചെയ്തു. 1 2 3 4. ഓക്കെ, ഈ അൽഗോരിതം ബേസിക്കലി എന്താ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമുക്കുള്ള ഡാറ്റ പോയിൻറ്റ്സിന് ഞാൻ ഈ ബ്ലൂ കുത്തുകൾ വരച്ചിട്ടിങ്ങനെ ഈ ഒരു ഫ്ലോറസൻറ്റ് കളറാണ് എൻ്റെ അസ്യൂം ചെയ്ത ക്ലസ്റ്റർ സെൻറ്റർ. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണ്. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തിൻ്റെ തമ്മിലുള്ള ഡിഫറൻസും ആ ഡിഫറൻസിൻ്റെ സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എറർ ഫംഗ്ഷനിൽ xi മൈനസ് വി ജെ അതായത് മോഡുലസ് xi മൈനസ് വി ജെ സ്ക്വയർ എന്ന് കാണാനുള്ളത്. അവിടെ xi എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, xi എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ പോയിൻറ്റ്സ് ആണ്. വി ജെ എന്നോട് ഉദ്ദേശിക്കുന്നത് ക്ലസ്റ്റർ സെൻറ്റേഴ്സ് ആണ്. അപ്പോൾ ഞാൻ സപ്പോസ് ഇതാണ് ഇപ്പോൾ എൻ്റെ x1 എന്നെങ്കിൽ x1 ഈ c1 ഇതെൻ്റെ c1 ഇതെൻ്റെ c2 ദിസ് ഇസ് മൈ c3 ആൻഡ് ദിസ് ഇസ് മൈ c4. ഈ x1 തന്നെ ഓരോ ക്ലസ്റ്റർ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് ഞാൻ സ്ക്വയർ ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതാണ് xi മൈനസ് വി ജെ എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഓരോ ഡാറ്റ പോയിൻറ്റെന്നും x1 എടുക്കുകയാണെങ്കിൽ x1 ഓരോ ക്ലസ്റ്റർ സെൻറ്ററിലേക്കുള്ള ഡിഫറൻസ് എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്യും. ഏറ്റവും കുറവ് വരാൻ ചാൻസ് ചെയ്താൽ നാച്ചുറലി ഇതായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനോടൊക്കെ ആയിരിക്കും നമ്മുടെ x1 മാപ്പ് ചെയ്യുക. അങ്ങനെ ഓരോ ഡാറ്റ പോയിൻറ്റ്സും ഞാൻ എടുക്കും. ഓരോ ഡാറ്റ പോയിൻറ്റ്സും ഇതുമായിട്ടുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ നോക്കിയിട്ടാണ് ഏത് ഡാറ്റ പോയിൻറ്റ് ഏത് ക്ലസ്റ്ററിലേക്ക് ഗ്രൂപ്പ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അൽഗോരിതം അറിയാൻ ഒന്നും കൂടെ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് അത് ജസ്റ്റ് പറഞ്ഞത്. അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്സ് ഇനി നോക്കാം. ഇത് സ്റ്റോപ്പിംഗ് കണ്ടീഷനാണെന്ന് ഓർക്കുക കേട്ടോ. അതായത് ഈ ഒരു സ്ക്വയർ എറർ ഫംഗ്ഷൻ കണ്ടുപിടിച്ച് ഇത് ക്ലോസ് ടു ഇത് നമുക്കൊരു സീറോ ഐഡിയൽ കണ്ടീഷനാണ്. ഇതൊരു നെഗ്ലിജിബിൾ വാല്യൂ ആവുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ അൽഗോരിതം സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിൻ്റെ n ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതേപോലെ വി എന്ന് പറയുന്നത് c, അത്രയും നമ്പർ ഓഫ് സെൻറ്റേഴ്സ്. സോ യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ആർ റാൻഡംലി സെലക്ടിങ് c ക്ലസ്റ്റർ സെൻറ്റേഴ്സ്. അതാണ് ഈ v1 to vc എന്ന് പറയുന്നത് c ക്ലസ്റ്റർ സെൻറ്റേഴ്സ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു ആർ കാൽക്കുലേറ്റിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് ഡാറ്റ പോയിൻ്റ് ആൻഡ് ക്ലസ്റ്റർ സെൻറ്റർ. ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പ് വരച്ച് കാണിച്ചുന്ന സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ ഡാറ്റ പോയിൻറ്റിന് ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കറിയാമല്ലോ മിനിമം ഏതാണ്. അപ്പോൾ ഓരോ ഡാറ്റ പോയിൻറ്റിനെയും യു ആർ അസോസിയേറ്റിംഗ് ഓർ യു ആർ അസൈനിങ് ഇറ്റ് ടു എ പെർട്ടിക്കുലർ ക്ലസ്റ്റർ സെൻറ്റർ. മിനിമം ഏതാണെന്ന് നോക്കിയിട്ട് അതിലേക്ക് അസൈൻ ചെയ്യും. ഇനി ഇങ്ങനെ ഒരു സെറ്റ് ഇങ്ങനെ ഒരു വട്ടം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോർത്ത് സ്റ്റെപ്പ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. വേർ യു ആർ ഹാവിങ് എ ഫോർമുല ആൻഡ് യു ആർ കാൽക്കുലേറ്റിംഗ് എ ന്യൂ ക്ലസ്റ്റർ സെൻറ്റർ. ഓക്കെ, അതായത് ഈ ഉള്ള ക്ലസ്റ്റർ സെൻറ്റേഴ്സ് കൂടാണ്ട് ഞാൻ ഒരു പുതിയ ക്ലസ്റ്റർ സെൻറ്റർ കണ്ടുപിടിക്കുകയാണ്. ഈ പുതിയ ക്ലസ്റ്റർ സെൻറ്റർ ഞാൻ ഇതുവരെ കണ്ടുപിടിക്കും എൻ്റെ എല്ലാ ഡാറ്റ പോയിൻറ്റ്സും ഇങ്ങനെ അസൈൻ ചെയ്ത് എനിക്ക് മിനിമം ഡിസ്റ്റൻസ് 0 ആവുന്നവരെ. ഓക്കെ, അതാണ് നമ്മുടെ ഈ അൽഗോരിതത്തിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ പുതിയ ക്ലസ്റ്റർ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് 1/ci vj എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യും. 1 തൊട്ട് ci xi. ഇതിൽ ci എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഒരു ith ക്ലസ്റ്ററിൽ എത്ര ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ടെന്നാണ്. വിച്ച് മീൻസ് സപ്പോസ് ഞാൻ ചൂസ് ചെയ്യണേ ith ക്ലസ്റ്റർ. എനിക്കിപ്പോൾ ഇതിൽ 4 ക്ലസ്റ്റർ ഉണ്ട്. ഞാൻ C2 എന്ന് പറഞ്ഞൊരു ക്ലസ്റ്റർ ചൂസ് ചെയ്തു. C2 ക്ലസ്റ്ററിലേക്ക് എനിക്കുള്ളത് നമ്പർ ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് C2 എന്ന് പറയുന്ന ക്ലസ്റ്ററിൽ 4 ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 4 ഡാറ്റ പോയിൻറ്റ്സിൻ്റെയും ആ ഒരു
സമ്മേഷനാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സമ്മേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെയാണ് ഞാൻ എൻ്റെ പുതിയ ക്ലസ്റ്റർ സെൻറ്റർ ആയിട്ട് എടുക്കുന്നത്. അതായത് പിന്നെ C2 മാറി, ഇപ്പോൾ 4 ഉണ്ടായിരുന്ന മുമ്പേ അത് C5 ആയി മാറും. ഓക്കെ, അതായത് C2 വിൽ ചേഞ്ച് ടു C5. ഇതാണ് ഫസ്റ്റ് അൽഗോരിതം സ്റ്റെപ്പിൽ വരുന്ന ആകെ പുതിയ സ്റ്റെപ്പ്. ഒരേ ഒരു ഫോർമുലയേ ഉള്ളൂ. അപ്പോൾ ഇത് ഓർക്കുക. ചെയ്യുന്നത് ന്യൂ ക്ലസ്റ്റർ സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് ആ പഴയ ക്ലസ്റ്റർ സെൻറ്ററിനോട് ഏതൊക്കെ ഡാറ്റ പോയിൻറ്റ്സ് ആണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെയൊക്കെ സമ്മേഷൻ എടുത്തു. ഓക്കെ, അപ്പോൾ ആ സമ്മേഷൻ എടുത്തിട്ട് പുതിയ ക്ലസ്റ്റർ സെൻറ്റർ കണ്ടുപിടിക്കുന്നു. ഈ പുതിയ ക്ലസ്റ്റർ സെൻറ്റർ എടുത്താൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും 5th സ്റ്റെപ്പിൽ ഐ എം ഗോയിങ് ടു റീകാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് ഡാറ്റ പോയിൻ്റ് ആൻഡ് ന്യൂ ഒബ്റ്റെയിൻഡ് ക്ലസ്റ്റർ സെൻറ്റേഴ്സ്. അങ്ങനെ C5 C2നെയാണ് ഇപ്പോൾ C5 ആക്കിയ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അങ്ങനെ എത്ര ക്ലസ്റ്റർ സെൻറ്റേഴ്സ് മുമ്പുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം ഞാൻ പുതിയ ക്ലസ്റ്റർ സെൻറ്റേഴ്സ് കണ്ടുപിടിക്കും. അതായത് പണ്ട് 4 C1 to C4 ആയിരുന്നെങ്കിൽ എനിക്ക് പുതുതായിട്ട് C5 തൊട്ട് C8 വരെ പുതിയ 4 ക്ലസ്റ്റർ സെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ 4 ക്ലസ്റ്റർ സെൻറ്റേഴ്സുമായിട്ട് വീണ്ടും ഓരോ ഡാറ്റ പോയിൻറ്റ്സ് മാച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ചെയ്ത് ഇത് എത്ര വട്ടം കണ്ടിന്യൂ ചെയ്യും? ഏതെങ്കിലും ഒരു ഡാറ്റ പോയിൻറ്റിനെ അസൈൻ ചെയ്യുന്നത് നമുക്ക് നിർത്താൻ പറ്റുന്നവരെ വി ഹാവ് ടു കണ്ടിന്യൂ ദിസ്. ഇനി ഒരു പുതിയതിനും അതായത് ഒരു ഡാറ്റ പോയിൻറ്റിനെ ഒരു പുതിയ ക്ലസ്റ്ററിലേക്ക് മാറ്റാനില്ല. ആ സെയിം ക്ലസ്റ്റർ പോയിൻറ്റിലേക്ക് തന്നെയാണ് അത് അസൈൻ ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് യുവർ അൽഗോരിതം. ഓക്കെ, സോ സിമ്പിളാണ്. അതിൻ്റെ ഇത് അഡ്വാൻറ്റേജസ് ആണ്, ജസ്റ്റ് വായിച്ചു നോക്കിക്കോളൂ. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഫ്ലോ ചാർട്ട് ജസ്റ്റ് പറയാം. സ്റ്റാർട്ട് ചെയ്യുന്നു. റാൻഡംലി നമ്മൾ ക്ലസ്റ്റർ സെൻറ്റേഴ്സ് C ചൂസ് ചെയ്തു. ഇനീഷ്യൽ ക്ലസ്റ്റർ സെൻറ്റർ കാണാൻ വേണ്ടി യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണ് നോക്കുക. അപ്പോൾ xi - vj. അത് കഴിഞ്ഞ് സ്ക്വയർ ഇടാൻ മറന്നുപോയി. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. മറ്റേ നമ്മുടെ ഇതിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റിനോട് ഉദ്ദേശിക്കുന്ന ഡാറ്റ സെറ്റ് അതിനെ അസൈൻ ചെയ്തു. റീകാൽക്കുലേറ്റ് ചെയ്യുക. വീണ്ടും ക്ലസ്റ്ററിനെ ഡിസ്റ്റൻസ് ബേസ് ചെയ്തിട്ട് ഓരോ ഡാറ്റ പോയിൻറ്റിനെ അസൈൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുക ഇനി മാറ്റേണ്ട ആവശ്യമുണ്ടോ. ഇത് ഡിസിഷൻ ബോക്സാണ്. നോ എന്നാണെങ്കിൽ വീണ്ടും സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്യുക. യെസ് ആണെങ്കിൽ ജസ്റ്റ് എൻഡ് ഇറ്റ്. ഓക്കെ, വളരെ സിമ്പിളായൊരു ടോപ്പിക്കാണ്. ഞാൻ ഇത് മാത്രമായിട്ട് ഈ വീഡിയോയിൽ ഇത് മാത്രമായിട്ട് എടുത്തിട്ട് നിർത്തുകയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ. ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ വായിച്ചു നോക്കുമ്പോൾ ഈ വീഡിയോ കയ്യിൽ വയ്ക്കുക, ഒറിജിനൽ ഫോട്ടോസ്റ്റാറ്റും കയ്യിൽ വയ്ക്കുക. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇത് കേട്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വിളിച്ചോളൂ കേട്ടോ. ഈ കോൺസെപ്റ്റിൽ എന്തെങ്കിലും സംശയം വെച്ചാൽ വിളിച്ചോളൂ. ശരി, അപ്പോൾ താങ്ക് യു.